അച്ഛത് എവിടെ പോയി കിടക്കണത്? ഓ എന്റെ പിള്ളേരെ ഒന്ന് അനങ്ങി നടന്ന് വാങ്ങോട്ട്. കറുത്തു വാടി. എന്തിനാ വിളിച്ചത്? ഓ എത്ര നേരമായി നിന്നെയൊക്കെ വിളിച്ചിട്ട്. എത്ര നേരമായിട്ട് വിളിച്ചിട്ട്? എന്തിനു വിളിച്ചത്? ഇത്ര ധൃതി എന്തിന്? ഞാൻ വീണ്ടും ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു. വലിയ ജോലിക്കാരി. ഞങ്ങളുടെ കാറ് വരാറായടി. അത് ഞാൻ എന്ത് ചെയ്യണം? തലൂത്തിയില്ല ഇവിടെ. നിക്കാം. ഓ എന്റെ ദൈവമേ, ഒരു കാറ് ഇപ്പൊ വരും. ഏത് കളറ്? ഓ അത് ചുമന്ന കളർ, റെഡ്. അയ്യോ എനിക്ക് റൂഫുണ്ടോ? റൂഫൊക്കെ ഉണ്ട്. റൂഫില്ലാത്ത കാറാ. എന്താ നീ കൊച്ചു പറയണേ? വലിയ വലിയ കാറ്, ഡീസലിന്റെ. 2-3 ഡോറും ഒരുപാട് ഡോറും ഒരുപാട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഈ നമ്മൾ ഈ മോളിൽ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും തലയൊക്കെ ഇട്ട് നമുക്ക് നോക്കാം. അതുപോലത്തെ വലിയ കാറ്. നമുക്ക് പുറത്തുനിന്ന് ഈ റിമോട്ട് ഇട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് തുറക്കും, താനേ തുറന്നു വരും. അയ്യോ വലിയ കാറാ. പിന്നെ എന്തൊരു വേണം? വീടൊക്കെ വിട്ട് കാറൊക്കെ തുടങ്ങാലോ. പിന്നെന്താ, AC ഒക്കെ ഉണ്ട്. അതെ, ഇല്ല. ഇപ്പൊ ആര് വിളിച്ചേ? ഞാനല്ലേ വിളിച്ചത്. അമ്മ അമ്മ അയ്യേ, ഇതാണ് പൊക്കത്. ഇതെന്തോന്ന്? അയ്യോ തുറക്കാൻ ഡോറ് സ്റ്റക്കായി ചേട്ടാ. അത് കുഴപ്പമില്ല, നമുക്ക് ഡോർ മാറ്റിയാൽ മതി. ഞാൻ അതുവഴി വരാം. ഇതാണോ വണ്ടി? ഞാൻ പറഞ്ഞു. അതേ മോളെ, നമുക്കേ 4 പേർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ സുഖമായിട്ട് പോവാം. കണ്ടില്ലേ വണ്ടി? ഇതേ അയാൾ 60,000 രൂപ പറഞ്ഞു. ഓ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ 40 പറഞ്ഞു. അവസാനം അയാൾ 50 പിടിച്ചു. നടന്നില്ല. 45 ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആണെന്ന് പറഞ്ഞപ്പോ 43,500 കിട്ടി. ഈ പാട്ടയ്ക്ക് എന്താ മക്കളെ 43,500? കളർ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് പെയിന്റ് മാറ്റാടാ മണി. ഞാൻ ഇനി എന്റെ കൂട്ടുകാരിയോടൊക്കെ എന്ത് പറയും? ഇതിനേക്കാളും നല്ല എന്റെ സൈക്കിളാ. 2 വീലിന്റെ കുറവല്ലേ ഉള്ളൂ. നാണം കെടുത്തി വെച്ചെന്നെ. ചെല്ല ചേച്ചി മിനിയൊക്കെ കണ്ടോ എന്തോ? 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഈ പാട്ട കൊണ്ട് കരമനാറ്റി തള്ളിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ദാഹിച്ച പച്ചവെള്ളം കിട്ടില്ല. പിള്ളേരെ കരുവാ. മണി വേണ്ട, കളഞ്ഞിട്ട് വന്നാ എത്ര പേര് ചോദിച്ചിട്ട് കൊടുക്കാത്ത വണ്ടിയാണ് ഞാൻ ബാർഗൻ ചെയ്ത് വാങ്ങിച്ചത്. അവളാണെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യണവളാണ്.